അശാസ്ത്രീയമായ സ്റ്റേജ് നിർമ്മാണമാണ് ഉമാ തോമസ് എംഎൽഎയുടെ അപകടത്തിന് ഇടയാക്കിയത്. മൈതാനത്ത് നിന്ന് കൈവരികളില്ലാത്ത സ്റ്റേജിൽ കയറി കസേലയിൽ ഇരുന്ന എംഎൽഎ അതിഥികളെ കണ്ട് എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോഴായിരുന്നു 15 അടി താഴ്ചയിലേക്ക് വീണത്. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് വൈകിട്ടാണ് ഈ അപകടം ഉമാ തോമസ് എംഎൽഎക്ക് അപകടം ഉണ്ടാകുന്നത്. ഇവിടെ ഈ സ്റ്റേഡിയത്തിൽ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഇത് കാണികൾക്ക് പ്രത്യേകിച്ച് വിശിഷ്ടാതിഥികൾക്ക് അടക്കമായി ക്രമീകരിച്ചിരിക്കുന്ന സ്റ്റേജ് അത് അവിടെ വെച്ചായിരുന്നു അവർ താഴേക്ക് വീഴുന്നത്. ഇന്നലെ ഇവിടെ 12,000-ലധികം വരുന്ന നർത്തകരുടെ ഒരു ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ടുള്ളൊരു പരിപാടിയായിരുന്നു ഇവിടെ സംഘടിപ്പിച്ചിരുന്നത്. മൃദംഗ വിഷൻ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ അവർ മൃദംഗനാദം എന്നായിരുന്നു പരിപാടിക്ക് പേരിട്ടിരുന്നത്. അതൊരു ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ ഒരു പരിപാടിയായിരുന്നു. സ്വാഭാവികമായും ഇവിടേക്ക് എത്തുന്നവരെ കൂടാതെ, കാരണം ഈ നർത്തകരെ കൂടാതെ തന്നെ അവരുടെ മാതാപിതാക്കളും അധ്യാപകരും അടക്കം വലിയൊരു ജനാവലി ഇവിടേക്ക് എത്തുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ഈ അപകടം സംഭവിക്കുന്നത്. ഇവിടെ ഇതായിരുന്നു ഇതിന്റെ വിശിഷ്ടാതിഥികൾക്ക് ഉമാ തോമസ് അടക്കമുള്ളവർ ഇരുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. ഇവിടെയായിരുന്നു കസേരകൾ നിരത്തിയിരുന്നത്. ഇതിലൂടെ തുടക്കത്തിൽ ഇതിലൂടെയാണ് ഉമാ തോമസ് അതോടൊപ്പം തന്നെ മറ്റ് വിശിഷ്ടാതിഥികളടക്കമുള്ളവർ കടന്നു വരുന്നത്. ഇതുവഴിയാണ് കടന്നു വരുന്നത്. അതിൽ സാധാരണഗതിയിൽ ഒരു പ്ലെയേഴ്സ് എൻട്രി എന്നെല്ലാം തന്നെ പറയുന്ന ഒരു ഭാഗമാണിത്. ഇത് സ്റ്റേഡിയത്തിന്റെ പുറത്തു വന്നാൽ ഏറ്റവും പെട്ടെന്ന് സ്റ്റേഡിയത്തിന് അകത്തേക്ക്, അതായത് മൈതാനത്തിലേക്ക് വരാൻ കഴിയുന്ന ഏറ്റവും പെട്ടെന്ന് കടന്നു വരാൻ കഴിയുന്ന ഭാഗം പ്ലെയേഴ്സ് എൻട്രി എന്ന് പറയുന്നു. ഈ ഭാഗത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മുഴുവനായും തന്നെ കോൺക്രീറ്റ് ചെയ്തൊരു ഭാഗമാണ്. ഇതിനകത്തേക്ക് വേണമെങ്കിൽ വാഹനം ഓടിച്ചു കയറ്റാൻ കഴിയുന്ന ആംബുലൻസ് അടക്കമുള്ളൊരു സംവിധാനങ്ങൾക്ക് വേണമെങ്കിൽ എത്താൻ കഴിയുന്ന രീതിയിലാണ് ഇത് വിഭാവനം ചെയ്തിരിക്കുന്നത്. പൂർണ്ണമായി ഈ ഭാഗം കോൺക്രീറ്റ് ചെയ്തതാണ്. ഇതിന് മുകളിലാണ് ഈ സ്റ്റേജ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് താഴേക്ക് വഴുതിയാണ് വീണാണ് ഉമാ തോമസിന് അപകടം സംഭവിക്കുന്നത്. ഈ ഭാഗത്താണ് അവർ വീഴുന്നത്. അവരുടെ ചെരുപ്പ് ഇപ്പോഴും ഇവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ സ്റ്റേജിൽ നിന്ന് കാല് തന്നെ താഴേക്ക് വീണ ഒരു ഭാഗമാണ് പോലീസ് ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ നിന്നും വളരെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് പുറത്തേക്ക് എത്തിച്ചു. വളരെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് അടക്കം എത്തിക്കാനായിട്ട് സാധിക്കുകയും ചെയ്തു. ഇതിന്റെ മുകളിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു അപകടത്തിന് ആക്കം കൂട്ടിയതെന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു സ്റ്റേഡിയത്തിന്റെ ഈ ഭാഗത്ത് നിർമ്മിച്ച സ്റ്റേജിന്റെ ഒരു പ്രത്യേകത കൊണ്ട് തന്നെയാണ്. ഈ ഭാഗത്തൂടെ കടന്നു വന്ന ഉമാ തോമസ് ഇവിടെ ഈ മൈതാനത്തൂടെ നടന്ന് സ്റ്റേഡിയത്തിലേക്ക് അതിന്റെ ഗാലറികളിലേക്ക് കയറാനായിട്ട് പെട്ടെന്ന് നിർമ്മിച്ചിരിക്കുന്ന പടവുകളാണ്. ഇതൊരു സ്ഥിരം നിർമ്മിതിയാണ്. കാരണം ഇത് നേരത്തെ ഫിഫ ജൂനിയർ കപ്പെല്ലാം ഇവിടെ നടത്തിയപ്പോൾ അവരുടെ മാനദണ്ഡ പ്രകാരമാണ് ഇങ്ങനെ ഒരു നിർമ്മിതി നടത്തിയത്. കാരണം ഏതെങ്കിലും രീതിയിലുള്ളൊരു അപകടങ്ങളോ കാര്യങ്ങളോ സ്റ്റേഡിയത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ അവിടുന്ന് ആളുകളെ ഗാലറിയിൽ നിന്ന് ഒഴിപ്പിക്കുക. അപ്പോൾ അത്തരം സംവിധാനങ്ങൾ വേണം. അങ്ങനെയാണ് പിന്നീട് ഈ ഒരു രീതിയിലുള്ളൊരു നിർമ്മിതി വന്നത്. ഇതിലൂടെയാണ് അവർ ഈ സ്റ്റേജിലേക്ക് കയറുന്നത്. ഇതിലൂടെ കടന്നു വരികയും മറ്റു പലരോടും സംസാരിച്ച ശേഷം ഈ ഭാഗത്തേക്ക് വരികയും ചെയ്തിരിക്കുന്നു. പോലീസ് ഇപ്പോൾ ഇവിടെ ആ സ്റ്റേജിലേക്ക് കടക്കാൻ പറ്റാത്ത രീതിയിൽ അത് പരിശോധനകൾ ആവശ്യമാണ്. അതുകൊണ്ട് ഇവിടെ ഒരു കടക്കാത്ത രീതിയിലേക്ക് കയറി കെട്ടി തിരിച്ചിട്ടുണ്ട്. ഇവിടെ വരികയും ഈ കാണുന്ന ഈ സ്റ്റെപ്പിലൂടെ താൽക്കാലികമായി നിർമ്മിച്ച സ്റ്റെപ്പിലൂടെ ഇവിടേക്ക് സ്റ്റേജിലേക്ക് കയറുകയും ചെയ്തിരിക്കുന്നു. ഇതിന് പ്രത്യേകത എന്ന് പറയുന്നത് ഈ നിർമ്മിതി താൽക്കാലികമായി നിർമ്മിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന് തൊട്ട് താഴെ കസേരകളുണ്ട്. അത് ഈ സ്റ്റേഡിയത്തിന്റെ ഗാലറിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കസേരകളാണ്. അതിന് മുകളിലാണ് ഈ സ്റ്റേജ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു സാധാരണ രീതിയിൽ വരുന്ന ഒരു ഗാലറിക്ക് മുന്നിൽ ഈ രീതിയിലുള്ള കൈവരികളുണ്ട്. തീർത്തും സുരക്ഷിതമായ രീതിയിലുള്ള കൈവരികൾ ഇതിന് മുന്നിലുണ്ട്. അപ്പോൾ അതിന് മുകളിലാണ് ഈ ഭാഗത്തേക്ക് നോക്കുക. ഇവിടെ കൃത്യമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ രീതിയിലുള്ളൊരു കസേരകൾക്ക് മുന്നിൽ ഇത്രയും ഉയരത്തിൽ തന്നെ ഈ കൈവരികൾ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും ഇതൊരു പൂർണ്ണമായും സുരക്ഷിതത്വം നൽകുന്നതാണ്. അപ്പോൾ ഇതിനു മുകളിൽ നിൽക്കുന്ന രീതിയിലാണ് അവിടെ സ്റ്റേജ് നിർമ്മാണം നടത്തിയിരിക്കുന്നത് എന്നതാണ്. ഈ ഭാഗത്തേക്ക് വരുമ്പോഴെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ ആ ബാരിക്കേഡിന് പൂർണ്ണമായും
അതിന് മുകളിലേക്ക് വരുന്ന രീതിയിൽ പൂർണ്ണമായും അത് കവർ ചെയ്തുകൊണ്ടാണ് ഇതിൽ തട്ടടിച്ച സ്റ്റേജ് നിർമ്മിച്ചിരിക്കുന്നത്.